കോൺഗ്രസ് ഇപ്പോഴാണ് അത് പറയുന്നത്. ഞങ്ങൾ ഒക്ടോബർ 3 മുതൽ പറഞ്ഞത് എന്താണ്? CPM ഇവിടെ സർക്കാരും പോലീസിനെ ദുരുപയോഗിച്ചിട്ട് ഈ ഒരു കൊള്ള, ഈ ഒരു ക്രൈമിനെ ഒളിപ്പിക്കാൻ അവർ ശ്രമിക്കുമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. അതല്ല നടന്നിരിക്കുന്നത്. 5 മാസം ഈ SIT അന്വേഷിച്ചിട്ട് ഇന്ന് എന്താണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്? എല്ലാവർക്കും ബെയില്. പിന്നെ ആ അന്വേഷണം മന്ത്രിമാരുടെ ഡോർ സ്റ്റെപ്പിൽ പോകുമ്പോൾ പെട്ടെന്ന് തന്ത്രിനെ അറസ്റ്റ് ചെയ്ത ദിവസം എൻ്റെ ഒന്ന് പ്രസ് കോൺഫറൻസ് നിങ്ങൾ ഒന്ന് വായിക്കൂ, ഒന്ന് കേൾക്കൂ. ഞാൻ എന്താ പറഞ്ഞു? BJP എന്ത് പറഞ്ഞു? ND എന്ത് പറഞ്ഞു? ഇത് ശ്രദ്ധ തിരിക്കാനാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഹൈക്കോർട്ട് ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് തന്ത്രിനെ ബെയിലിൽ വിടുമ്പോൾ ഇത് നിങ്ങൾ ചോദിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടല്ലേ. എന്ത് ആലോചിച്ചിട്ടാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത്? എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? എന്തുകൊണ്ട് മാസവനും കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് ജയിലിൽ പോയിട്ടില്ല? എന്താണ് അവരുടെ എതിരെ ഒരു FIR ഫയൽ ചെയ്യാത്തത്? 2 ദേവസ്വം മന്ത്രിമാർ ആരായിരുന്നു? ഒരു ദേവസ്വം മന്ത്രിന്റെ പിന്തുണ ഇല്ലാണ്ട് ഒരു ദല്ലാലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, നിങ്ങളെന്നൊന്ന് ആലോചിക്കൂ. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. അദ്ദേഹം ഒരു ഫയല്, അദ്ദേഹത്തിന്റെ അനുമതിയോ പെർമിഷൻ ഇല്ലാണ്ട് ഒരു ഫയല് ഇവിടെ ആർക്കും തൊടാൻ പറ്റില്ല. എന്നിട്ടാണ് ഇന്ന് പറഞ്ഞത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തു. ഇതെല്ലാം ജനങ്ങളെ പൊട്ടന്മാരായിട്ട് കാണുന്ന CPMന്റെ ഒരു നിലപാടാണ്. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതാണ്. കാരണം അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു വീഴ്ചയാണെന്ന്. സെപ്റ്റംബർ 29 മുഖ്യമന്ത്രി പറഞ്ഞു ഇത് കൊള്ളയല്ല, ഇത് ക്രൈം അല്ല, ഇതൊരു വീഴ്ചയാണെന്ന്. അതെങ്ങനെയാണ് അദ്ദേഹം അന്ന് തീരുമാനിച്ചത്? അതെല്ലാം 5 മാസം കഴിഞ്ഞിട്ട് SIT ചെയ്യുന്നത്. എന്താണ് ഗോവിന്ദൻ മാഷ് 4 ദിവസം മുമ്പ് പറഞ്ഞത്? അല്ല, ശബരിമല ഇഷ്യൂ കഴിഞ്ഞു എന്ന്. ശബരിമല ഇഷ്യൂ എങ്ങനെ കഴിഞ്ഞത്? കൊള്ള നടന്നു, 4.5 കിലോ സ്വർണം കട്ടു. ഇന്നും ആരാണ് കട്ടത്? ആര് പിന്തുണയോണ്ടാണ് കട്ടത്? ഇന്ന് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നലെ കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് എന്താണ്? ഇത് ഒരു കവറപ്പാണ്. പോലീസിനെ ദുരുപയോഗം ചെയ്ത്, സിസ്റ്റമിനെ ദുരുപയോഗം ചെയ്തിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരു തന്ത്രം CPM ഉപയോഗിക്കുന്നു. എന്നിട്ട് പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ഈ അസംബ്ലി സെഷനിൽ എന്തു പറഞ്ഞു? ഇതിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്തോ? അവിടെ ഉള്ളിലിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോ? തന്ത്രിനെ കുറിച്ച്, ഈ ശ്രദ്ധ തിരിക്കാൻ ഈ തന്ത്രിന്റെ അറസ്റ്റിനെ കുറിച്ച് പറയാം. ഇപ്പോഴാണ് അവര് ഞങ്ങൾ ഈ ഉയർത്തി ഈ ഇഷ്യൂ മുമ്പോട്ട് വെക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി അത് ചാടി പിടിക്കാൻ ശ്രമിക്കുന്നു. അല്ല, ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് കോർട്ട് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗോവിന്ദ മാഷ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ക്ഷമിക്കണം. ഗോവിന്ദ മാഷ് ഒരു ജഡ്ജും അല്ല. പിന്നെന്താ, കവറപ്പിന്റെ ഭാഗമാണ്. ഞങ്ങൾ ഒക്ടോബർ 3 മുതൽ പറയുന്നല്ലേ, എങ്ങനെയെങ്കിലും ഈ ഇലക്ഷന്റെ മുമ്പ് ശബരിമലേനെ എങ്ങനെയെങ്കിലും കവറപ്പ് ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ ഒരു വലിയൊരു ശ്രമവും അധ്വാനമാണ്. അത് പാവം ഗോവിന്ദ മാഷ് എന്ത് ചെയ്യണം? അത് പുള്ളിക്കാരോട് പറയുന്നത് അത് പുള്ളിക്കാരൻ പറയും. അല്ല, അത് ഞാനാണല്ലോ പാർട്ടിന്റെ പ്രസിഡന്റ്. ഞങ്ങളല്ലേ NDA. അപ്പോൾ NDAന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും. ഇപ്പോൾ മറ്റേ ഇൻഡിവിജ്വലിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അവര് ഉത്തരം നിങ്ങൾ. പാർട്ടിന്റെ നിലപാടും NDAന്റെ നിലപാടാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞത്. അത് ഇന്നല്ല, ഒക്ടോബർ 3 മുതൽ പറഞ്ഞത് കൺസിസ്റ്റന്റ് ആയിട്ട് ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്. SIT പോലീസല്ലേ. പോലീസ് കേസ് ഫയൽ ചെയ്യാതെ ഒരു അറസ്റ്റ് ചെയ്യുമ്പോൾ കോർട്ട് എന്നാ പറയുന്നത്? ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല. അത് ഹൈക്കോർട്ടല്ല പറഞ്ഞത്. ആരാണ് അറസ്റ്റ് ചെയ്തത്? SIT അല്ലേ അറസ്റ്റ് ചെയ്തത്? ആരാണ് SIT? കേരള പോലീസ് അല്ലേ. ആഭ്യന്തരമന്ത്രി ആരാണ്? പിണറായി വിജയൻ അല്ലേ. അതല്ലേ ഞങ്ങൾ പറഞ്ഞു. ഇതിൽ എന്തിനാ കോർട്ടിനെ കൊണ്ടുവരുന്നത്? ഞങ്ങൾ പറഞ്ഞത് SIT-യിൽ, ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് SIT-യിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല.
അതല്ല ഇപ്പോ തെളിവായിട്ട് ക്ലിയർ ആയിട്ട് പുറത്തു വരുന്നു. ഇല്ല, ഞാൻ തന്ത്രിനെ അറസ്റ്റ് ചെയ്ത ദിവസം NDA നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു. തന്ത്രിനെ ന്യായീകരിക്കാൻ BJP NDA ഇറങ്ങുന്നില്ല. അത് റൂൾ ഓഫ് ലോ, പ്രോസസ് ഓഫ് ലോ തീരുമാനിക്കും ആരാണ് നിരപരാധി ആരാണ് അപരാധി. അത് ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. പക്ഷേ SIT-യിൽ ആദ്യം മുതൽ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നും പറയുന്നു. അതിന്റെ തെളിവായിട്ടാണ് ഹൈക്കോടതി പറഞ്ഞത് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത് വിത്തൗട്ട്, ഞാൻ കോട്ട് ചെയ്യുന്നു, വിത്തൗട്ട് എൻ അയോട്ട ഓഫ് എവിഡൻസ്. കോർട്ട് പറഞ്ഞു വിത്തൗട്ട് എൻ അയോട്ട ഓഫ് എവിഡൻസ്. ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ കഴിഞ്ഞ 10 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത CPM സർക്കാർ ഈ 2 മേഖലയിലും കൃത്യമായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിജി പറഞ്ഞത് 75% ഗവൺമെന്റ് സ്കൂൾസ് അൺസേഫ് ആണെന്ന്. അതുകൊണ്ടല്ല കുട്ടികൾക്ക് ലൈഫ് ഇൻഷുറൻസ് സ്കീം ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത്. ഏത് ഗവൺമെന്റ് ആശുപത്രിയിൽ ഇന്ന് നോക്കിയാൽ എന്താണ് നമ്മൾ കാണുന്നത്? ഹോസ്പിറ്റൽ തകർന്നു, രോഗികൾ അവിടെ ഒരു സഫർ ചെയ്യുന്നു, ഡോക്ടർമാർ സമരത്തിൽ, നഴ്സുമാർ സമരത്തിൽ. അപ്പോൾ ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയിലാണോ കഴിഞ്ഞ 10 കൊല്ലം ഈ കടം വാങ്ങിച്ച് ജീവിക്കുന്ന ഈ സർക്കാരിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ചെയ്തിട്ടില്ല. ഇതാണ് സത്യം. അതുകൊണ്ട് ഇതിന്റെ ഇരകളാരാണ്? സാധാരണ കേരളീയൻ, സാധാരണ മലയാളിക്കാർ. നമ്മളുടെ സാം പിട്രോഡ ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ സാം പിട്രോഡ, അദ്ദേഹത്തോട് 1984 റയറ്റ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് കോൺഗ്രസും CPM ഒരേപോലെ തന്നെയാണ്. അതെല്ലാം നടക്കല്ലോ. സ്കാം വരുമ്പോ കപിൽ സിബൽ പറയുമ്പോ അതെല്ലാം സീറോ ലോസ് അല്ലേ. ശബരിമല കൊള്ള നടക്കുമ്പോ മുഖ്യമന്ത്രി പറയും അതൊരു വീഴ്ചയല്ലേ. സാധാരണ പാവപ്പെട്ട മലയാളികൾ ആശുപത്രിയിൽ പോയി മരിക്കുമ്പോൾ അതെല്ലാം നടക്കുന്ന കാര്യങ്ങളല്ലേ. അതല്ലേ രാഷ്ട്രീയം ഇവരുടെ. ഇതിനെക്കുറിച്ച് 10 കൊല്ലം ഭരിച്ച CPM-ന് ഒന്നും പറയാനില്ല. 22 ലക്ഷം കോടി ആണ് ചെലവാക്കിയത് 10 കൊല്ലം. എന്നിട്ട് ഇന്ന് അവർക്ക് പറയാനുള്ളത് എന്താണ്? കേരള സ്റ്റോറി, മറ്റോരോരോ വിഷയങ്ങളെടുത്ത് വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഭരിച്ചു, നിങ്ങൾ ഭരിക്കുന്ന 10 കൊല്ലത്തിന്റെ റിപ്പോർട്ട് കാർഡ് മുമ്പിൽ വെക്കൂ, ജനങ്ങളുടെ മുമ്പിൽ വെക്കൂ.